ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം പം പരമാത്മനേ നമഃ. ഓം ശ്രീമാത്രേ നമഃ. നമസ്കാരം. വേദാമൃതം വേദപഠന വേദിയിലേക്ക് സ്വാഗതം. ഒരുപാട് പേർ നിരന്തരം കുറച്ചധികം നാളുകളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ക്ലാസ്സുകൾ തുടങ്ങാമോ, എന്ന് ക്ലാസ്സുകൾ തുടങ്ങും. സമയക്കുറവുകൊണ്ട് മാറ്റിവെച്ചതാണ്. പക്ഷേ നിരന്തരം ഒരുപാട് പേര് ഇത്ര ആത്മാർത്ഥതയോടുകൂടി സമീപിക്കുമ്പോൾ അത് ചെയ്യാതിരുന്നാൽ ഒരു അധർമ്മമായി പോവോ എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതിന് മുതിരുന്നത്. വൈദികന്മാരെ സംബന്ധിച്ചിടത്തോളം വേദം എന്ന് പറയുന്നത് അമൃതിന് തുല്യമാണ്. അതുതന്നെയാണ് ഈ പേരിന്റെ ഔചിത്യം. 45 വയസ്സിൽ താഴെയുള്ള 45ഉം അതിൽ താഴെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ക്ലാസ്സുകൾ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു 50 വയസ്സും അതിന് മേളിലൊക്കെ ഉള്ള ആൾക്കാർ ഒരു പക്ഷേ അവരുടെ ഈ ബ്രെത്ത് കൺട്രോള് അത് കറക്റ്റായിട്ട് അത് ചെയ്യാനായിട്ട് പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു 45 വയസ്സ് വരെ ഉള്ള ആൾക്കാരായിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് യൂട്യൂബ് വീഡിയോ ആയിരിക്കും. ഒരാഴ്ചയിൽ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും മാറ്റിവെക്കാനായിട്ട് സാധിക്കുന്ന ആൾക്കാർ മാത്രമേ പഠിക്കാനായിട്ട് വരാവൂ. മാസത്തിൽ 1-2 ക്ലാസ്സുകളൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അതിന് കാരണം നേരത്തെ പറഞ്ഞ മാതിരി സമയക്കുറവ് തന്നെയാണ്. ചില സമയങ്ങളിലൊക്കെ ഇപ്പം ഗുരു സാധനാദി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഐസൊലേറ്റഡ് ആവും. അപ്പോൾ ചിലപ്പോൾ ആ മാസങ്ങളിലൊക്കെ ചിലപ്പോൾ ക്ലാസ്സുകൾ നടന്നു എന്ന് വരില്ല. അപ്പോൾ മിനിമം ഒരു 2 ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ പരിശീലനത്തിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു 3 മണിക്കൂറെങ്കിലും 24/7 ഒരു 3 മണിക്കൂറെങ്കിലും മാറ്റിവെക്കാനായിട്ട് സാഹചര്യമുള്ള ആൾക്കാർ മാത്രമേ ഇതിലേക്ക് വരാവൂ. നമ്മൾ സൗജന്യമായാണ് വേദം പഠിപ്പിക്കുന്നത്. ജാതി മത ലിംഗഭേദമന്യേ ഈ വേദിയിൽ വേദം പഠിക്കാം. പക്ഷെ ഇപ്പോൾ സൗജന്യമാണ് എന്നുള്ളത് കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് കളയാം, വെറുതെ ഒന്ന് നോക്കിക്കളയാം എന്ന് പറഞ്ഞിട്ട് ദയവായിട്ട് വരരുത്. അത്രയും പഠിക്കാനായിട്ട് താല്പര്യം ഉള്ളവർ മാത്രം ദയവായിട്ട് വരിക. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ യൂട്യൂബ് വീഡിയോ ആണ്. ആ വീഡിയോയിൽ കാണുന്ന ലിറിക്സ് എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് യൂട്യൂബ് വീഡിയോ ആണ്. അതുപോലെ മാതാപിതാക്കൾ കുട്ടികളെ ഇതിൽ പങ്കെടുപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ മൊബൈൽ അഡിക്ഷനും പലതരത്തിലുള്ള അഡിക്ഷൻസിലാണ്. അപ്പോൾ ഒരു പരിധി വരെ ഈ കുട്ടികളെ ഈ ഇതുപോലുള്ള അഡിക്ഷൻസിൽ നിന്നും മാറ്റാനായിട്ട് വേദപഠനം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ കുട്ടികളെ പ്രധാനമായും ഈ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കുക. നമ്മൾ തുടക്കത്തിൽ നമ്മുടെ ടോപ്പിക്സ് ഒക്കെ ഈ ആയുഷ സൂക്തവും അപവൃത്തിഹര സൂക്തവും ഒക്കെയാണ്. ആയുഷ സൂക്തമൊക്കെ നിത്യേന ജപിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമുള്ളവരായിട്ട് വളരും. ആരോഗ്യം വീണ്ടെടുക്കാനും അത് സഹായിക്കും. അതുപോലെ അപവൃത്തിഹര സൂക്തം നമുക്ക് അപമൃത്യു ഉണ്ടാവാതെ ഇരിക്കാനായിട്ട്, അതായത് ഈ അകാല മൃത്യു ഉണ്ടാവാതിരിക്കാനായിട്ട്, കാലമൃത്യുവും അകാല മൃത്യുവും ഉണ്ട്. അപ്പൊ അതിൽ അകാല മൃത്യു ഒന്നും സംഭവിക്കാതെ ഒക്കെ ഇരിക്കാനായിട്ട് ഈ സൂക്തങ്ങളൊക്കെ നിത്യേന ജപിക്കുന്നത് കൊണ്ട് സഹായിക്കും. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മേധാസൂക്തം ചെയ്യുന്നുണ്ട്. അതുപോലെ നിത്യേന ജപിക്കാനുള്ള നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പഠനത്തിന്റെ കൂടെ എല്ലാവർക്കും ഈ തെറ്റുകൾ തിരുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്നതാണ്. നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൽ അക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ഗ്രൂപ്പുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ഗ്രൂപ്പുകളിലൂടെയാണ് നമ്മളുടെ തെറ്റുതിരുത്തലുകൾ നടക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു 3 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ വേദപഠനത്തിനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു. തെറ്റുതിരുത്തലുകൾക്കായിട്ടുള്ള ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാക്കി തരുന്നതാണ്. അതിനു വേണ്ടിയിട്ട്
നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ആരും തന്ത്രസാധനയ്ക്ക് അപ്രോച്ച് ചെയ്യരുത്. ശ്രീവിദ്യ ഉപാസനയ്ക്ക് ദീക്ഷ തരുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അതിനൊന്നും അപ്രോച്ച് ചെയ്യരുത്. കാരണം വേദപഠനം പോലെ അല്ല ഉപാസനാദി കാര്യങ്ങൾ. വേദം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ ജപിക്കാം, അത് ജപിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ജപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം കിട്ടും. പക്ഷെ ശ്രീവിദ്യ പോലെയുള്ള ഉപാസനാദി കാര്യങ്ങൾ അങ്ങനെയല്ല. അതൊരു ഒരു ഒരു ലൈഫ് ടൈം കമ്മിറ്റ്മെന്റ് ആണ്. എവിടെയെങ്കിലും വേദികളിലൊക്കെ ചെന്നെത്തിപ്പെടുമ്പോൾ ഒരു ആവശ്യവുമില്ലാതെ ആൾക്കാർ നമ്മളുടെയൊക്കെ തല കാണുമ്പോൾ തന്നെ ശ്രീവിദ്യ എടുത്തിടും. ശ്രീവിദ്യ എന്ന് കേൾക്കുമ്പോഴേ ഞാൻ ആ സഭയിൽ നിന്ന് അങ്ങ് മാറും. അപ്പൊ അതിന് കാരണം എന്ന് പറയുന്നത് അത് ഈ ശ്രീവിദ്യ ഉപാസന സാർവജനീയമല്ല. 10 ലക്ഷത്തിൽ ഒരാൾ മാത്രമേ ഒരു ശ്രീവിദ്യ ഉപാസകനായിട്ട് ഉണ്ടാവൂ എന്നാ പറയപ്പെടുക. പക്ഷെ ഇപ്പോഴത്തെ ഈ കാലത്തില് ഈ സൂം വഴിയൊക്കെ ദീക്ഷ കൊടുത്തിട്ട് എനിക്കതിന്റെ ലോജിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. സൂം വഴിയൊക്കെ ഈ ദീക്ഷയൊക്കെ കിട്ടിയിട്ട് ഇപ്പോ ശ്രീവിദ്യോപാസനന്മാരെ കൊണ്ട് തട്ടാതെ മുട്ടാതെ നടക്കാൻ പറ്റില്ല. മാത്രമല്ല അവര് ഈ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കാനും കൂടെയൊക്കെ വരും. അപ്പൊ ദയവായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അറിവ് പറഞ്ഞ് തർക്കിക്കാനോ അതിനുള്ള ഒരു വേദിയായിട്ടൊന്നും ഇതിനെ ദയവായിട്ട് എടുക്കരുത്. നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ആരും ദയവായിട്ട് തന്ത്രസാധനയ്ക്ക് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം കൂടെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം നമ്മളുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അടുത്തന്നെ ഉടനെ തന്നെ ഉണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ഡീറ്റെയിൽസും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ യഥാവിധി ഷെയർ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ബയോയിൽ തന്നെ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവരും ഈ ബയോ ആ ലിങ്കിലൂടെ ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യുക. നമസ്കാരം. Oh